Hello dear friends, welcome to our next video. Next video, how to take a balance sheet, how to print a balance sheet from Tally ERP9. Balance sheet is the status of the company. To find out the financial status, fund, application fund and source of fund. That is the asset and liabilities. നമ്മൾ സോഴ്സ് ഫണ്ടും ആപ്ലിക്കേഷൻ ഫണ്ടും ഫൈൻഡ് ഔട്ട് ചെയ്യുക, സ്റ്റാറ്റസ് നോക്കുക, അതിൻ്റെ ഫിനാൻഷ്യൽ പൊസിഷൻ ഐഡൻറ്റിഫൈ ചെയ്യുക. കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനി ആയാലും നമ്മൾ എന്ത് ചെയ്തിരിക്കണം? പിന്നെ ഫോം 6 ബാലൻസ് ഷീറ്റും P&L മസ്റ്റാണ്. അപ്പോൾ ഫോം 6 ദാറ്റ് ഈസ് അതർ കമ്പനീസ് ഫോമുകൾക്കുള്ള ബാലൻസ് ഷീറ്റും നമുക്ക് ടാലിയിൽ നിന്ന് എടുക്കാം. അസറ്റ് ആൻഡ് ലൈബിലിറ്റി മോഡലിലുള്ളത് അത് നമുക്ക് ഹൊറിസോണ്ടൽ മെത്തേഡും വെർട്ടിക്കൽ മെത്തേഡും എടുക്കാം. സോഴ്സ് ഫണ്ടും ആപ്ലിക്കേഷൻ ഫണ്ടുമാണ് വെർട്ടിക്കൽ മെത്തേഡ് ബാലൻസ് ഷീറ്റാണ് എടുക്കാൻ പറ്റുന്നത്. അപ്പം നമുക്ക് ഈ രണ്ട് ഫോമാറ്റിലും നമുക്ക് പ്രിൻ്റ് എടുക്കാം, വെർട്ടിക്കലായാലും ഹൊറിസോണ്ടലായാലും. അത് ഫണ്ട് സോഴ്സ് ഫണ്ട് ആപ്ലിക്കേഷൻ ഫണ്ട് മെത്തേഡാണ്, വെർട്ടിക്കൽ മെത്തേഡായിരിക്കും. ടാലിയിൽ നിന്ന് അതിൻ്റെ സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സ് അഥവാ റിപ്പോർട്ട്സ് മെനുവിൽ നിന്ന് നമുക്ക് ബാലൻസ് ഷീറ്റ് എന്നുള്ള ഓപ്ഷൻ ആക്റ്റീവ് ആക്കുക. അവിടെ നമുക്ക് ഡീറ്റെയിൽസ്ഡും കണ്ടൻസ്ഡും രണ്ട് രീതിയിൽ നമുക്ക് ബാലൻസ് ഷീറ്റ് കിട്ടും. ഇവിടെ സോഴ്സ് ഫണ്ട് ആപ്ലിക്കേഷൻ ഫണ്ട് മെത്തേഡിലാണ് ഇപ്പോൾ കിടക്കുന്നത്. നമുക്ക് അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ആണ് ഹൊറിസോണ്ടൽ മെത്തേഡ് എടുക്കാം. ഇതിൻ്റെയും നമുക്ക് ഫോർമാറ്റ് ഡീറ്റെയിൽഡ് ഫോർമാറ്റ് വേണേൽ ഡീറ്റെയിൽഡ് ഫോർമാറ്റിൽ എടുക്കാം, കണ്ടൻസ്ഡ് ഫോർമാറ്റാണ് കണ്ടൻസ്ഡ് ഫോർമാറ്റിൽ എടുക്കാം. ഇനി നമുക്ക് ഫോം 6 ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഫോം 6 മെത്തേഡ് എടുക്കാം. നമുക്ക് കമ്പനീസ് ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഏതൊരു കമ്പനിക്കും ഫോം 6 P&L ബാലൻസ് ഷീറ്റുമാണ് വേണ്ടത്. അതിന് നമുക്ക് ക്യാഷോ നെഗറ്റീവ് ക്യാഷ് ബാലൻസ്, മാസ്റ്റർ കോൺഫിഗറേഷൻ, അഡീഷണൽ ഇൻഫർമേഷൻ, അതൊക്കെ നമുക്ക് ന്യൂ ഹെഡ് കൊടുക്കാനും ഒക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഓപ്ഷൻസ് എല്ലാം ഇവിടെയുണ്ട്. ഓക്കെ, ഇവിടെ നമ്മൾ അസറ്റ് ആൻഡ് ലൈബിലിറ്റിയുടെ മെത്തേഡിലുള്ള നമ്മൾ കോൺഫിഗറേഷനകത്ത് പോയി അസറ്റ് ആൻഡ് ലൈബിലിറ്റി മെത്തേഡ് വെർട്ടിക്കൽ അല്ല ഹൊറിസോണ്ടൽ ഫോർമാറ്റ് വേണമെന്ന് പറഞ്ഞു കൊടുത്തു. SRM കമ്പനിയുടെ നമ്മൾ ഹൊറിസോണ്ടൽ ഫോർമാറ്റുള്ള അസറ്റ് ആൻഡ് ലൈബിലിറ്റീസ് ബാലൻസ് ഷീറ്റാണ് എടുത്തിരിക്കുന്നത്. ഫസ്റ്റ് ലൈബിലിറ്റി സൈഡ്, സെക്കൻഡ് അസറ്റ് സൈഡ്. അത് നമുക്ക് തിരിച്ച് കൺവേർട്ട് ചെയ്ത് വേണമെങ്കിലും എടുക്കാം, അസറ്റ് ആൻഡ് ലൈബിലിറ്റി എടുക്കാം. ഈ ഒരു ന്യൂ കോളം നമുക്ക് ഇതിൻ്റെ തന്നെ ഒരു ബ്രാഞ്ച് കമ്പനി ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു കമ്പനി ഉണ്ട്, അത് ഓപ്പൺ ആക്കണം നിങ്ങൾ. അതിപ്പോൾ P&L എടുക്കാനായാലും മറ്റ് കമ്പനിയുടെ കൂടെ കമ്പയർ ചെയ്തെടുക്കുമ്പോൾ ആ കമ്പനികളെല്ലാം F3 ഓപ്പൺ ആക്കിയിട്ട് വേണം വരെ, എന്നാലും ഇവിടെ ലിസ്റ്റിൽ കിട്ടും. ഇവിടെ ഞാനൊരു കമ്പനി കൂടി ഓപ്പൺ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ ബാലൻസ് ഷീറ്റ് കൂടി കിട്ടണം. എന്ന് മുതൽ എന്ന് വരെ എന്നുള്ളത് ഡേറ്റ് കൊടുക്കുക. അപ്പോൾ നമുക്കിവിടെ രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് എടുത്തേക്കുന്നത്. P&L ആയാലും ആ കമ്പനികൾ ഓപ്പൺ ചെയ്തിട്ട് വരണം. ഓപ്പൺ ചെയ്ത് സിസ്റ്റത്തിൽ കിടക്കുന്ന കമ്പനികൾ നമുക്ക് ബാലൻസ് ഷീറ്റ് ഒന്നിൽ കൂടുതൽ, ഇപ്പോൾ രണ്ട് കമ്പനിയുടെ ബാലൻസ് ഷീറ്റ് ഒരു പേജിലെടുത്ത് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. കമ്പാരിറ്റീവ് സ്റ്റഡീസ്. അപ്പോൾ ഇനി ഒരു ന്യൂ കോളം വേണം, അടുത്ത കമ്പനി ഇവിടെ ഓപ്പൺ ആയിരുന്നേ ലിസ്റ്റ് ഇവിടെ വരും, നമ്മൾ അതുകൂടി ഓപ്പൺ ചെയ്ത് കൊടുക്കാം. ആ കമ്പനി കൂടി കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ കിട്ടും. ഇനി നമുക്ക് അതെല്ലാം കമ്പനീസ് കൂടുതൽ ഓപ്പൺ ചെയ്തിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് മെനൂസ് ഓപ്ഷനുണ്ട്. ന്യൂ കോളം, ആൾട്ടർ കോളം, ഡിലീറ്റ് കോളം, അത് ഓട്ടോ കോളം. അതുപോലെ നമുക്ക് ഓപ്ഷൻസ് കീ ബട്ടൺസ് ഉണ്ട്. മറ്റ് ട്രയൽ ബാലൻസ് P&L പറഞ്ഞുകൊണ്ട് ഇവിടെ റിപ്പീറ്റ് ചെയ്യുന്നില്ല. കോൺഫിഗറേഷൻസ് ഷോ വെർട്ടിക്കൽ ബാലൻസ് ഷീറ്റാണ് ഇവിടെ ഷോ ചെയ്തിരിക്കുന്നത്. ഉണ്ട്, ഇവിടെ വെർട്ടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഹോറിസോണ്ടലാണ്, ഷോ വെർട്ടിക്കൽ വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ എസ് കൊടുക്കുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ബോത്ത് ആസ് ലൈബിലിറ്റി, അവിടെ നമുക്ക് എസ് കൊടുക്കാം. പെർസെൻറ്റേജ് വേണമെങ്കിൽ എസ് കൊടുക്കാം. വർക്കിംഗ് ക്യാപിറ്റൽ കാണിക്കുന്നുണ്ട്. മെത്തേഡ് ഓഫ് ഷോയിങ് ബാലൻസ് ഷീറ്റ് അസറ്റ് ആൻഡ് ലൈബിലിറ്റിയാണ്. അതവിടെ വരുമ്പോൾ നമുക്ക് ലൈബിലിറ്റീസ് ആൻഡ് അസറ്റ് എടുക്കാം. അപ്പിയറൻസ് ഒന്നായും ഇത് ഞാൻ വെർട്ടിക്കൽ മെത്തേഡ് ആക്കാനാണെങ്കിൽ ഫണ്ട് മെത്തേഡ്, വെർട്ടിക്കൽ മെത്തേഡ് ഫണ്ട് മെത്തേഡേ ഉള്ളൂ. ഇതിപ്പോൾ നമ്മളിത് കൊടുത്താൽ അടുത്ത രീതിയിൽ കണ്ടു. അത് ഒന്നിലധികം കമ്പനീസിൻ്റെ എടുത്തത് കൊണ്ട് വെർട്ടിക്കൽ മെത്തേഡേ വരൂ. നമുക്കൊരു ഹൊറിസോണ്ടൽ മെത്തേഡ് നമ്പർ ഓഫ് കമ്പനീസ് എടുക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് KDRS വേണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഡെല്ല് കോളം കൊടുക്കുക. അപ്പം നമുക്ക് SRM മാത്രമായി ഓട്ടോമാറ്റിക് ഹൊറിസോണ്ടൽ ഫോർമാറ്റിലായി. ഇനി നമ്മൾ കോൺഫിഗറേഷനകത്ത് പോയിട്ട് നമുക്കിവിടെ ഇത് എസ് കൊടുക്കുക. വെർട്ടിക്കൽ മെത്തേഡിൽ തന്നെ വേണം. അപ്പോൾ ഫണ്ട് സോഴ്സ് മെത്തേഡ് വരും. ഇവിടെ നമ്മൾ എസ് കൊടുത്തു. എന്ത് കൊടുത്തില്ല, സോഴ്സ് ആൻഡ് ഫണ്ട് ആപ്ലിക്കേഷൻ എന്ന് വെർട്ടിക്കൽ മെത്തേഡാണുള്ളത്, ഒരു കമ്പനി ആയാൽ കൂടിയും ഉണ്ടാ. അപ്പോൾ ഒന്നിലധികം കമ്പനി ആയാലും വെർട്ടിക്കൽ മെത്തേഡാണ് നമുക്ക് വരുന്ന. ആൾട്ടർ കോളം കൊടുക്കുക.
KDRS കൂടി ഉൾപ്പെടുത്താം. അപ്പോഴും വെർട്ടിക്കൽ മെത്തേഡ്. അത് കോസ്റ്റ് മെത്തേഡ് ഉണ്ട്. അത് ഏത് മെത്തേഡിൽ വേണമെങ്കിൽ സ്റ്റോക്ക് വാല്യുവേഷൻ മെത്തേഡ് കൊടുക്കാം. ഓക്കെ. അപ്പോൾ ബാലൻസ് ഷീറ്റ് എടുക്കേണ്ട രീതിയാണ് നമ്മളിവിടെ നോക്കിയത്. സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ടിനകത്ത് റിപ്പോർട്ട്സിൽ പോവുക. ഗേറ്റ്വേ ടാലിയിൽ 2 മെത്തേഡിൽ നമുക്ക് 2 ഫോർമാറ്റിലുണ്ട്. വെർട്ടിക്കലും ഹൊറിസോണ്ടലും. പിന്നെ ഫോം 6 എടുക്കേണ്ടത് ഏത് രജിസ്റ്റേർഡ് 1956 ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത കമ്പനീസിന് വേണ്ടുന്ന ഫോം 6 ഫോർമാറ്റാണ്. അപ്പോൾ നമ്മൾ ഫോം 6 ഫോർമാറ്റിൽ എടുക്കണം. ഫോം 6 ഫോർമാറ്റിൽ P&L ഇതും എടുക്കണം. അത് നമുക്ക് ഡീറ്റെയിൽസ്ഡും കണ്ടൻസ്ഡും ആക്കി എടുക്കാൻ പറ്റും. അതിനകത്ത് അഡീഷണൽ ഇൻഫർമേഷനും പുതിയ ഹെഡും ഒക്കെ കൊടുക്കണേ നമുക്കതൊക്കെ ആഡ് ചെയ്യാം. ഓക്കെ. ബാലൻസ് ഷീറ്റിനെ കുറിച്ചുള്ള എങ്ങനെയാണ് റിപ്പോർട്ട് എടുക്കുന്നതെന്നുള്ള വീഡിയോ നമുക്ക് ഇവിടെ പൂർത്തിയാക്കുകയാണ്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോകളും കണ്ടു എന്ന് വിചാരിക്കുന്നു. നല്ലതുപോലെ മനസ്സിലാക്കി പഠിക്കുക. നമുക്കിത് ബിസിനസ് ആപ്ലിക്കേഷൻ എന്ന രീതിക്ക് ടാലി കഴിയുന്നു. അതോടൊപ്പം ടാലിയിൽ തീർന്നിട്ടില്ല. ഇനി പേറോളുണ്ടോ, റേഷ്യോ റിപ്പോർട്ടും അനാലിസിസ് റിപ്പോർട്ടുകളൊക്കെ എടുക്കാം. ആ വീഡിയോ കഴിയുന്നു. ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ നിങ്ങൾക്ക് എക്സലിൻ്റെ ക്ലാസ്സുകളോട് എടുക്കുകയാണ്. എക്സൽ ബിസിനസ് ആപ്ലിക്കേഷൻ ആണല്ലോ. അപ്പോൾ ഒരു സ്പ്രെഡ്ഷീറ്റിൻ്റെ ക്ലാസ് കൂടി ഇതിനോട് പാട് ചെയ്യുന്നുണ്ട്. ഇനി എക്സൽ പഠിക്കേണ്ടവർക്ക് അതും കൂടെ ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, ബൈ, താങ്ക് യു.